നമസ്കാരം. ഇറാന്റെ കെണിയിലകപ്പെട്ട ട്രംപ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതികരണങ്ങളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കേൾക്കാനാവുന്നത്. യഥാർത്ഥത്തിൽ തല പോകുമെന്നായപ്പോഴാണ് ട്രംപിന് യുദ്ധം നിർത്തുന്നതാണ് നല്ലത് എന്ന് തോന്നിയത്. ഇനിയും വാചകമടിച്ചു നിന്നാൽ ഉടലിൽ തല കാണില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായി. അത്തരത്തിലുള്ള ചില വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നു, ഇന്നും പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനമായും ട്രംപ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അതായത് സ്വന്തം മകന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ ട്രംപിന് കഴിയില്ല, സമയം നല്ലതല്ല, ചിലരൊക്കെ എന്നെ നോക്കി നിൽക്കുകയാണ്, അതുകൊണ്ട് ആ കല്യാണത്തിന് പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ട്രംപിന്റെ നിലപാട്. അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, 21 വയസ്സുകാരനായിട്ടുള്ള ഒരു വ്യക്തി ട്രംപിന്റെ മീറ്ററുകൾ മാത്രമാണ് ട്രംപും അതുപോലെ തന്നെ ഈ ഒരു മനുഷ്യന് നിന്നിരുന്ന സ്ഥലത്തിനുള്ളിലെ ഒരു ഡിസ്റ്റൻസ്. അവിടെ നിന്ന് വെടിയുതിർത്തു. വൈറ്റ് ഹൗസിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് വെടിയുതിർത്തു. എത്രമാത്രം പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ട്രംപിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അവർ തിരിച്ചു വെടിയുതിർക്കുന്നതിന് മുമ്പ്, അക്രമിയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് 20ഓളം പ്രാവശ്യം ഈ അക്രമിക്ക് വെടിയുതിർക്കാനായി എന്നതാണ് പുറത്തു വരുന്ന വിവരം. വൈറ്റ് ഹൗസിന് മുന്നിലാണ്, ട്രംപിന്റെ ഓഫീസിന് മുന്നിലാണ്. ട്രംപും ഈ അക്രമിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ, മീറ്ററുകൾ മാത്രമാണ്. അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. എന്തായാലും ട്രംപിനെതിരെ എത്രമാത്രം അക്രമ സംഭവങ്ങൾ, എത്രമാത്രം വധശ്രമങ്ങൾ ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായി എന്ന കാര്യം നമുക്കൊക്കെ അറിയാം. അതൊക്കെ വാർത്തയായിട്ടുള്ളതാണ്. ഇപ്പോൾ ട്രംപ് തന്നെ പറയുന്നു സ്വന്തം മകന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന്. എന്തായാലും ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു പ്രതികരണം, നേരത്തെ പുറത്തു വന്നിട്ടുള്ള വാർത്തകളും അതുപോലെ തന്നെ ട്രംപ് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ തടിയുരാൻ കഴിയാത്തതിന്റെ ഭാഗമായി ട്രംപ് എടുത്ത ഒരു തീരുമാനമാണ് എന്ന് പറയേണ്ടി വരും. അതായത് 60 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടിവെച്ചു. ഇതിനിടയിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. ഹോർമൂസിലെ ഉപരോധം അവസാനിപ്പിക്കാൻ അമേരിക്ക തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ തൽക്കാലം ഹോർമൂസിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ, ഹോർമൂസ് അടച്ചിട്ട ആ നീക്കം അവസാനിപ്പിക്കാൻ ഞങ്ങളും തയ്യാറാണ് എന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇവിടെയും തെറ്റുകയാണ്. ഇറാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ വരച്ച വരയിലൂടെ മാത്രമേ കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയൂ എന്ന് ഇറാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. യാത്ര ചെയ്യുന്ന കപ്പലുകൾക്ക് ആവശ്യമായിട്ടുള്ള അനുമതി പത്രങ്ങൾ കൊടുക്കും. എന്തൊക്കെ ഡിമാൻഡുകളാണ് ഇറാൻ അവിടെ കൊണ്ടുവരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും വെറുതെ കടത്തിവിടാൻ ഇറാൻ തയ്യാറല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ യുറേനിയം അത് കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അവിടെയും ഇറാൻ വളരെ കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് യുറേനിയം കൈമാറ്റമൊന്നും നടക്കില്ല, അതേസമയം വാക്കാൽ ആണവായുധത്തിന് പുറകെ ഞങ്ങൾ പോകില്ല എന്ന കാര്യം ഉറപ്പു നൽകാം എന്നുള്ളതാണ് ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത. ട്രംപ് ആശിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ യുറേനിയം നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അമേരിക്കക്ക് കൈമാറുകയോ ചെയ്യുന്ന ഒരു നടപടി ഒരിക്കലും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ഇപ്പോഴത്തെ ഈ ഒരു ആവേശം, യുദ്ധം നിർത്തുന്നതിന് വേണ്ടിയുള്ള ഈ ഒരു ആവേശം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആ ആവേശം വെറുതെ ഉണ്ടായതല്ല. ഇന്ന് രാവിലെ മുതൽ പുറത്തു വരുന്ന വാർത്തകൾ യുദ്ധം അവസാനിക്കാൻ പോകുന്നു, 60 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടിവെച്ചു എന്നൊക്കെയുള്ളതാണ്. തീർച്ചയായും അത് വെറുതെ ഉണ്ടായതല്ല. തല പോകുമെന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തൽക്കാലം യുദ്ധം അവസാനിപ്പിച്ച് പിന്മാറുന്നതാണ് നല്ലത് എന്ന് ട്രംപിന് തോന്നിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത് തന്നെയാണ്. ലോകത്തെവിടെയും ട്രംപ് സുരക്ഷിതനല്ല, അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തും സുരക്ഷിതനല്ല. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഈ ഒരു അവസ്ഥ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു. അത് അവർ തന്നെ അവരുടെ ചില പ്രതികരണങ്ങളിൽ നിന്നും എന്താണ് നിലവിലെ അവസ്ഥ എന്ന് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും സെപ്റ്റംബറിൽ ഇസ്രായേലിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഏറെക്കുറെ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ തീരുമാനമാകും എന്ന് ഇസ്രായേലിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ അത്തരത്തിലുള്ളതാണ്. എന്തായാലും തൽക്കാലം വെടിനിർത്തൽ നീട്ടിവെച്ചതും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഈ ഒരു ആവേശവും വെറുതെ ഉണ്ടായതല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.